ഹലോ അസ്സാം വലൈക്കും. ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയല്ലോ. അതിനത് ബോൺലെസ് ചിക്കന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഉപ്പും കുരുമുളകും കോൺഫ്ലോർ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സവാള, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി പാന് ചൂടാക്കി ഓയിൽ ഒഴിച്ചതിന് ശേഷം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് പൊരിച്ച് ബ്രൗൺ ആകുമ്പോൾ ഒന്ന് പൊരിച്ച് മാറ്റി കോരി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലോട്ട് തന്നെ ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1/2 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചത് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി പാല് എടുക്കുന്നുണ്ട്, ക്രീമി ടെക്സ്ചർ കിട്ടാനാട്ടോ. ഇതാ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ഇതിൽ കുറച്ച് ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം കേട്ടോ. ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിതാ ഉപ്പും ഓയിൽ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് പാസ്ത ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചിട്ട് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെയ്തത് അവിടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്